ഓക്കെ ആണോ? അപ്പോൾ ബ്രെയിനി ബ്രൈറ്റിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞു എന്താണ്? ഫ്രാക്ഷൻ അല്ലെങ്കിൽ വേറെ എന്ത്? ഫ്രാക്ഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ് പറയുന്നത്? മലയാളത്തിൽ എന്താണ് ആര്യ പറയുന്നത്? ആര്യനെ മ്യൂട്ട് ചെയ്യുക ആര്യ. മലയാളത്തിൽ എന്താണ് പറയുന്നത്? ഭിന്നസംഖ്യകൾ എന്നാണ് പറയുന്നത് പറഞ്ഞു. അപ്പോൾ ഭിന്നസംഖ്യകൾക്ക് ഉദാഹരണം ഏതാണ്? ഭിന്നസംഖ്യകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? 1/2, 2/2, 3/3, 4/5 ഇതെല്ലാം എന്താണ്? ഭിന്നസംഖ്യകളാന്ന് പറഞ്ഞു. അതില് മുകളിൽ അല്ലെങ്കിൽ എന്താണ്? മുകളിൽ വരുന്നത്, അതായത് 3/2ന്റെ എന്താണ്? 3 എന്താന്ന് പറഞ്ഞു? അംശമാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? അംശം അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? അംശം അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്? ന്യൂമറേറ്റർ ആണ്. ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ. ഇനി എന്താണ് ഡിനോമിനേറ്റർ? അല്ലെങ്കിൽ ഛേദം. ഇതില് 3/2ന്റെ ഛേദം എന്താ വെച്ചാൽ എന്താണ് ഛേദം? 2 ആണ് ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ. സെറ്റ് അല്ലേ? ഇനി പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ എന്താണ്? അതായത് ഛേദത്തിൽ 0 വരുവാണ്. ഓക്കെ, 3/0, 2/0. ഇങ്ങനെ വരുവാണെങ്കിൽ എന്താണ് ഉത്തരം? ഇങ്ങനെ വരുവാണെങ്കിൽ എന്താണ് ഉത്തരം? അല്ലെങ്കിൽ 3/1, 2/1 എന്താണ് ഉത്തരം? ഇതുപോലെ അയച്ചു തരാടാ. 3 ആണ്. അതായത് 3/0. ഓക്കെ, 3/0 അല്ലെങ്കിൽ 2/0, 1/0 എന്നൊക്കെ വരുവാണെങ്കിൽ എന്ത് തന്നെ ആയിരിക്കും? ഈ അംശം തന്നെ ആയിരിക്കും. അതായത് 0 ആണ്. 1/0 ആണെങ്കിൽ എന്ത് തന്നെ ആയിരിക്കും? 1 ആയിരിക്കും. 2/0 എന്ത് തന്നെ ആയിരിക്കും? എന്താണ്? 2 ആണ്. അല്ലെങ്കിൽ 1/1 1 ആയിരിക്കും. 2/1 2 ആയിരിക്കും. അതുപോലെ ഓക്കെ. ഡിനോമിനേറ്റർ 1 ഓ 0 വന്നാൽ ഏതായിരിക്കും? മുകളിലെ ന്യൂമിനേറ്റർ നമ്പർ തന്നെ ആയിരിക്കും അതിന്റെ വാല്യൂ. മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടോ? എനിക്ക് മനസ്സിലായോ? ഞാൻ ആരൊക്കെയുണ്ടെന്നറിയില്ല, എനിക്ക് കാണാൻ പറ്റൂല. ഞാൻ 3 DP കാണുന്നുള്ളൂ. ഓക്കെ ആണ്. ഇനി എന്താണ്? ഇനി തിരിച്ചു വരുവാണെങ്കിൽ എന്താണ്? 0/2, 0/5, 0/4 ഇങ്ങനെ വരുവാണെങ്കിൽ എന്താണ്? എന്താന്നാ പറഞ്ഞത്? ഇങ്ങനെ വരുവാണെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ലയോ? പറ്റുമോ? ഇങ്ങനെ വരുവാണെങ്കിൽ എന്താണ്? എന്താണ്? 0 അല്ല. അതിന് വില കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എങ്ങനെ കണ്ടുപിടിക്കും? 0യെ എന്തുകൊണ്ട് ഹരിച്ചാലാണ് പോവാ? അതായത് 0/2 എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 0/2 എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 0/2 എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും എന്ന് പറയും. എങ്ങനെ കണ്ടുപിടിക്കും? പറ്റുമോ? ഇവിടെ ഒരു 1 ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 10 ആണെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ്? ഇങ്ങനെ വരുന്ന സംഖ്യകൾ എന്താണ്? വില കണ്ടുപിടിക്കുവാൻ സാധിക്കുകയില്ല. മനസ്സിലായല്ലോ? ഇനി എന്താണ്? ഇപ്പൊ നേരത്തെ പറഞ്ഞു 4/1, 5/1, 66/1, 72/1 ഇതൊക്കെ എന്താണ്? ഇതിന്റെ ഛേദം. അതായത് എന്താണ്? ഡിനോമിനേറ്റർ ഈ സാധനം ഉണ്ടല്ലോ, ഈ 1
ഇതെല്ലാം ഒന്നാണെങ്കിൽ ആ സംഖ്യ എന്താണ്? ആ സംഖ്യ എന്താണ്? പൂർണ്ണമാണെന്നാട്ടോ. പൂർണ്ണം. ആ സംഖ്യ എന്താണ്? പൂർണ്ണമാണ്. എന്താണ്? ഇവിടെ എന്താണ്? 4/1 4 തന്നെയാണ്, പൂർണ്ണമല്ലേ? 5/1 എന്താ? 5 തന്നെ, പൂർണ്ണമല്ലേ? ഇവിടെ എന്താണ്? 66/1 എന്താണ്? 66 തന്നെ, പൂർണ്ണമല്ലേ? ആ സംഖ്യ തന്നെയല്ലേ? പൂർണ്ണമായ സംഖ്യകൾ എന്താണ്? മനസ്സിലായോ? എന്താണ് 72 ആകുമ്പോൾ എന്താണ്? 72 72/1 72 തന്നെയാണ്, പൂർണ്ണമായ സംഖ്യയാണ്. അതിലൊന്നും എന്താണ്? കുറയുന്നില്ല, കൂടുന്നുമില്ല, എന്താണ്? ഈക്വൽ ആയിട്ട് നിൽക്കുക. ഈ സംഖ്യ തന്നെയല്ലേ ഇവിടെയും? അതാണ് പൂർണ്ണസംഖ്യ. മനസ്സിലായോ? പെട്ടെന്ന് മനസ്സിലാക്കാനാണ് പൂർണ്ണസംഖ്യ. അടുത്തിലേക്ക് പോട്ടെ. ഇനി ഭിന്നസംഖ്യകളെ എത്രയായി തിരിക്കാം? ഭിന്നസംഖ്യകളെ എത്രയായി തിരിക്കാം? 3 ആണ്. 2 അല്ല ദിവ്യ, 3 സംഖ്യകളുണ്ട്, 3 ഭിന്നമുണ്ട്. ഏതാണ് 3 ഭിന്നം? ഏതാണ് 3 ഭിന്നസംഖ്യ? ഏതാണ്? ഏതാണ്? വിഷമസംഖ്യ. കറക്റ്റ് ആണ് കാർത്തു. എന്താണ് സാധാരണ ഭിന്നം? സാധാരണ ഭിന്നം എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കിക്കോ. ന്യൂമനേറ്റർ വലുത് ചെറുതും, ന്യൂമറേറ്റർ ആണ്. അത് തന്നെ, ന്യൂമറേറ്റർ വലുതും ചെറുതും. ഡിനോമിനേറ്റർ എന്താണ്? ഡിനോമിനേറ്റർ എന്താണ്? വലുതുമായ, അല്ലെങ്കിൽ കണ്ടോ, 3/10, 3/16, 3/8, 5/6. അതായത് എന്താണ്? ഇതിനെക്കാട്ടിലും എന്താണ്? നമ്മൾ താഴെ ഇരിക്കുന്ന സംഖ്യയാണ് വലുതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സാധാരണ ഭിന്നസംഖ്യ. സാധാരണ ഭിന്നസംഖ്യ. മനസ്സിലായല്ലോ? മനസ്സിലായോ? മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് എഴുതുവാണോ കേൾക്കുവാണോ എന്ന് അറിയത്തില്ല, എന്ന് പറയാവോ? എനിക്കിവിടെ ആരൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കിക്കോട്ടെ. ഓക്കെ. ഇപ്പൊ ദിവ്യയും കാർത്തുള്ളൂ, മതി. എന്താണ് സുനിത എന്തോ പരിപാടിയാന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ എന്താണ് 6? എന്താണ് 5/6? അപ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞു, താഴത്തെ സംഖ്യ എന്തായിരിക്കും? അപ്പോൾ കുറച്ച് 2-3 ക്വസ്റ്റ്യൻ തട്ടെ, 2-3 ചോദ്യം തട്ടെ. ചോദ്യം: ചുവടെ പറയുന്നവയിൽ ഏതൊക്കെയാണ് സാധാരണ ഭിന്നസംഖ്യ? അതെ, ചുവടെ പറയുന്നവയിൽ ഏതാണ് ഭിന്നസംഖ്യ? ഏതാണ് സാധാരണ ഭിന്നസംഖ്യ? ഏതാന്ന് പറയണേ. 5/6, 7/6, 8/9, 10/10, 11/1, 2/3. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് സാധാരണ ഭിന്നസംഖ്യ? ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ്? 5/6 ഭിന്നസംഖ്യയാണ്. എന്താണ്? സാധാരണ ഭിന്നസംഖ്യയാണ്. 8/9 സാധാരണ ഭിന്നസംഖ്യയാണ്. 10/10 സാധാരണ ഭിന്നസംഖ്യയാണോ? അല്ല. അതെന്താണ്? അത് 1 ആണ്. അപ്പോൾ എന്താണ്? അത് ഭിന്നസംഖ്യയല്ല. അപ്പോൾ അത് മാറ്റാലോ. അപ്പോൾ എന്താണ്? 2/3. കറക്റ്റ് ആണ് കാർത്തു, കറക്റ്റ് ആണ് ദിവ്യ. ഇതൊക്കെയാണ് എന്ത് സാധാരണ ഭിന്നസംഖ്യ. എന്ന് പറഞ്ഞു. സ്ക്രീൻ ഷെയർ ഉണ്ട് ഇതിനകത്തുണ്ടോ? ഇതിനകത്ത് ഇല്ല, പിന്നെ എങ്ങനെ കാണുമായിരിക്ക്? അത് മൈൻഡ് ചെയ്യണ്ട, അതുകൊണ്ട് ടൈപ്പ് ചെയ്തോട്ടെ.
അപ്പോഴേ ഇതാണ് എന്ത്? ഇതാണ് എന്ത്? സാധാരണ ഭിന്നസംഖ്യ. സെറ്റല്ലേ? ഇനി എന്താണ് വേറൊരു ഭിന്നസംഖ്യ എങ്ങനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാവോ? സാധാരണ ഭിന്നസംഖ്യ എങ്ങനെ ആദ്യം ഇതിനോട് മേളിൽ കയറാൻ പറ, അല്ലെങ്കിൽ ഇറങ്ങി പോകാൻ പറ. അപ്പം ബാക്കി പറയട്ടെ, ഫ്ലോ എങ്ങ് പോയി. ഇനി എന്താണ് സാധാരണ ഭിന്നസംഖ്യ? എന്താണെന്ന് വെച്ചാൽ എന്താണ് സാധാരണ ഭിന്നസംഖ്യയില് എന്താണ് സാധാരണ ഭിന്നസംഖ്യയുടെ വില എപ്പോഴും എന്താണ്? ഒന്നിൽ താഴെയാണ്, ഒന്നിൽ കുറവാണ്. അതായത് ഒന്നിൽ കുറവായിരിക്കും കേട്ടോ. അതായത് എന്താണ് 2/3 എന്താണ്? എത്രയാണ് വില വരുന്നത്? 2 എത്രയാണ്? ഹരിക്കാകത്തില്ല, 20. അപ്പോൾ എന്താണ്? പോയിന്റ് ഇടും. എത്രയാണ്? 6. 0.6 ഒന്നിൽ താഴെയല്ലേ? 0.6 ഒന്നിൽ താഴെയല്ലേ? കേറി. ഇനി കാണാലോ. ഇനി അവിടെ ഇരുന്ന് താഴെ ഇരുന്നിട്ട് പറയുന്നില്ല. അത് സ്ക്രീനിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് കേറാകത്തുള്ളൂ, അല്ലാതെ താഴെ ഇരുന്ന് സംസാരിച്ചാൽ കാണാകത്തില്ല. എന്താണ് 6/8? നോക്ക് എത്രയുണ്ട്? 6/8 എത്രയാണ്? 6. 8 കൊണ്ട് ഹരിക്കാകത്തില്ല, അപ്പോൾ 0 ഇടും. എത്രയാണ്? 8. അപ്പോൾ പോയിന്റ് അല്ലേ ആദ്യം? പോയിന്റ് എത്രയാണ്? 56 വരുമ്പോൾ 7 ആണ്. ഒന്നിനേക്കാൾ ചെറുതല്ലേ? 0.7 ഒന്നിനേക്കാൾ ചെറുതല്ലേ? അപ്പോൾ എന്താണ്? സാധാരണ ഭിന്നസംഖ്യയാണോ നോക്കാൻ എന്താണ്? ഭിന്നസംഖ്യ ആണെങ്കിൽ എന്താണ്? ഒന്നിനേക്കാൾ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നിനേക്കാൾ താഴെ അല്ലെങ്കിൽ ഒന്നിനേക്കാൾ കുറവായിരിക്കും. മനസ്സിലായോ? ഓക്കെയാണ്. 5/8 നോക്ക്. 5/8 എത്രയാണ്? എന്താണ്? 5നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാകത്തില്ല, അപ്പോൾ 50 വരും. 8 വരും. 48.6 വരും. 45 അല്ല 5 48 ആണേ. അപ്പോൾ ഇതാണ് എന്ത്? സാധാരണ ഭിന്നസംഖ്യ. ഇനി അടുത്തത് എന്താണ്? വിഷമ ഭിന്നസംഖ്യ. എന്താണ് വിഷമ ഭിന്നസംഖ്യ? എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് സാധാരണ ഭിന്നസംഖ്യയുടെ എന്താണ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? വിഷമ ഭിന്നസംഖ്യ. അതായത് അപ്പോൾ എങ്ങനെയാണ്? ന്യൂമറേറ്റർ വലുതും, അതായത് അംശം വലുതും ഛേദം ചെറുതും. അതായത് എന്താണ്? 15/5, 16/8, 8/4, 2/1. ഇതെന്താണ്? ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റർ വലുതുമായിരിക്കും. ഇതിന്റെ വില എന്താണ്? ഒന്നിന്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോഴേ ഒരെണ്ണം ചെയ്യാവോ? കുറച്ച് എക്സാമ്പിൾ പറയട്ടെ. 3/8 എത്ര വരും? 3/8 എത്ര വരും? 3/8 അല്ല, 8/3 ആണ്. 8/3 എത്ര വരും? 8/3 എത്ര വരും? 8/3 എത്ര വരും? 2.6 അല്ലേ? 2.6 ആണ്. അപ്പോൾ എന്ത് വന്നല്ലോ? എന്താണ്? ഒന്നിനേക്കാൾ വലുതല്ലേ 2.6? അപ്പോൾ അതാണ് എന്ത്? വിഷമ ഭിന്നസംഖ്യ.
സെറ്റായോ സെറ്റായോ സെറ്റായോ? അല്ലെങ്കിൽ അടുത്തത് പോട്ടെ, അടുത്തത് ചോദിക്കട്ടെ, അടുത്തത് പറയട്ടെ, അടുത്തത് പറയട്ടെ. ഇനിയാണെന്ത്? മിശ്ര ഭിന്നസംഖ്യ. മിശ്ര ഭിന്നസംഖ്യ എന്താണ്? മിക്സഡ്. എന്താണ് മിക്സഡ്? എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇപ്പൊ ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ, പുതിയതായിട്ട് ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ. ആരും എന്താ മിണ്ടാത്തവര്? ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. ഓക്കെ, നിങ്ങള് റെസ്പോൺസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഓർക്കും നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന്. എന്നിട്ട് ഞാൻ ഇതേപോലത്തെ ചില എന്താണ് ഇവിടെ പഠിപ്പിക്കുന്ന ഇതില്ല, കുറച്ചും കൂടി ടഫ് ക്വസ്റ്റ്യൻ ഇടും. അപ്പോഴേ പോവാലോ. മിക്സഡ് അല്ലെങ്കിൽ എന്താണ്? മിശ്ര ഭിന്നസംഖ്യ. എന്താണ് മിശ്ര ഭിന്നസംഖ്യയുടെ ഉദാഹരണമാണ് എന്ത്? 1 4/3, 3 4/2, 5 6/8. അതായത് എന്താണ്? എങ്ങനെയാണ് മിശ്ര ഭിന്നസംഖ്യയെ സാധാരണ അല്ലെങ്കിൽ എന്താണ് ഭിന്നസംഖ്യ ആക്കുന്നത്? മിക്സഡ് ഫ്രാക്ഷനെ എങ്ങനെയാണ് വെറും ഫ്രാക്ഷൻ ആക്കുന്നത്? എങ്ങനെയാണ് അതായത് ഈ ക്വസ്റ്റ്യൻ ഇതാണ്, 4 1/4 എങ്ങനെ കിട്ടും? ഇതിലെത്രയാണ്? എന്താണ് ദിവ്യ പറഞ്ഞു തന്നെ ചെയ്യാം. എന്താണ് നോക്കിക്കോ, 2 3/5. ഇതിനെ എങ്ങനെയാണ് എന്ത് ഭിന്നസംഖ്യ വെറും ഫ്രാക്ഷൻ ആകണമെങ്കിൽ നമുക്ക് ചെയ്യാകത്തുള്ളൂ. മിക്സഡ് ഫ്രാക്ഷനെ എന്ത് ചെയ്യണം വെച്ചാൽ എന്താണ്? ആദ്യം നമ്മൾ അതിനെ വെറും ഫ്രാക്ഷൻ ആക്കണം. വെറും ഫ്രാക്ഷൻ ആക്കി കഴിയുമ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത്? ഇതെന്താണ്? ഇത് ഏത് ഭിന്നസംഖ്യയാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ 13 എങ്ങനെയാണ് 13 കിട്ടിയത്? എന്താണ് 5 ഇൻറ്റു ആണ്. അതായത് 5 ഇൻറ്റു 2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 5 ആണ്. എത്രയാണ്? 13/5. സെറ്റല്ലേ? ആദ്യം ഇങ്ങനെ ഇനി പറയ് ഇത് ഏത് നമ്പേഴ്സ് ഏത് ഭിന്നസംഖ്യക്ക് ഉദാഹരണമാണ് ചെയ്ത്? അതായത് ഏതാണ്? വിഷമ ഭിന്നസംഖ്യയാണ്. എന്താണ് കാരണം? വിഷമ ഭിന്നസംഖ്യയാവാൻ പറയാൻ കാരണം എന്താണ്? വിഷമ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞു. അത് പറയാൻ കാരണം അതായത് ഡിനോമിനേറ്റർ ചെറുതും അതായത് അംശം വലുതും ഛേദം ചെറുതുമാണ്. സെറ്റല്ലേ? മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഞാൻ എക്സാമ്പിൾ പറയാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് അംശം, ഏതൊക്കെയാണ് ഛേദം എന്ന് പറയാം. അംശം ഛേദമല്ല, സോറി. ഏതൊക്കെയാണ് വിഷമ ഭിന്നസംഖ്യയും ഏതൊക്കെയാണ് സാധാരണ ഭിന്നസംഖ്യ എന്ന് പറയണം. മനസ്സിലായിട്ടുള്ളവരെ? 5 5/6, 3 1/2, 2 1/4, 8 1/4. ഇതിൽ ഏതൊക്കെയാണ് അതായത് ഇതൊരു ചോദ്യമാണേ. ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4. ഇതിൽ ഏതൊക്കെയാണ് വിഷമ ഭിന്നസംഖ്യയും ഏതൊക്കെയാണ് 5 വിഷമോ? അതെങ്ങനെയാ 5 വിഷമം വരുന്നേ? മനസ്സിലായില്ല. കാർത്ത് ഇത് മനസ്സിലായി. ആദ്യം പറഞ്ഞത് കറക്റ്റ് ആണ്.
എന്താണ് അതപ്പോ എത്ര വരും? 35/6 എന്താണ്? വിഷമ ഭിന്നസംഖ്യയാണ്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് 7/2 ആണ്. അതും എന്താണ്? വിഷമ ഭിന്നസംഖ്യയാണ്. അടുത്തത് 9/4 ആണ്. അതും എന്താണ്? വിഷമ ഭിന്നസംഖ്യയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ചുരുക്കി പറഞ്ഞാൽ ഈ തന്നിരിക്കുന്നവയെല്ലാം എന്താണ്? വിഷമ ഭിന്നസംഖ്യയാണ്. ഓക്കെ, സെറ്റല്ലേ? മനസ്സിലായോ? 81/4 അതല്ല, സോറി, ഞാൻ പെട്ടെന്ന് സ്പേസ് ഇട്ടിട്, ഒരു സ്പേസ് ഇട്ടിട്. അപ്പം എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ കറക്റ്റായി. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ ഏതാണ് സാധാരണ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി മുന്നോട്ട് പോട്ടെ. അതെ, ശ്രീലക്ഷ്മി മനസ്സിലാവുന്നുണ്ടോ? ശ്രീലക്ഷ്മി റെസ്പോൺസ് ഇല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായാലേ മുന്നോട്ട് പോകത്തുള്ളൂ. നിങ്ങൾ 10 പേരുണ്ടെങ്കിൽ ഒരു 5 പേരെങ്കിലും എന്താണ് ഇതിന്റെ പപ്പാതിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാല് ഇനി ഞാൻ മുന്നോട്ട് പോകുന്നുള്ളൂ. ഓക്കെയാണ്. 10 പേര് പറഞ്ഞപ്പോഴത്തേക്കും ഒരാൾ ചാടിപ്പോയല്ലോ. എന്ത് ചെയ്യാനാണ്? പോട്ടെ. ഓക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭിന്നസംഖ്യയെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇനി എന്താന്ന് വെച്ചാൽ ഇനി അടുത്തതാണ് എന്ത്? ഭിന്നസംഖ്യയിൽ വരുന്നതാണ് എന്ത്? സങ്കലനം. എന്താണ് സങ്കലനം? സങ്കലനം എന്ന് വെച്ചാൽ എന്താണ്? കൂട്ടുന്നതാണ് എന്ത്? എങ്ങനെ? ഒരേ കേട്ടോ, അതാണ് എന്ത്? ഒരേ ഛേദമുള്ള ഭിന്നസംഖ്യകൾ എന്താണ്? 2/4 പ്ലസ് 6/4 പ്ലസ് 3/4. ഇതിന്റെയൊക്കെ എന്താ പ്രത്യേകത? ഒരേ ഒരു എന്താണ്? ഇവിടുത്തെ ഡിനോമിനേറ്റർ എല്ലാം എന്താണ്? 4 ആണ്. അത് തന്നെ, ഡിനോമിനേറ്റർ സെയിം ആയതാണ് എന്ത്? സെയിം ആകുമ്പോഴാണ് എന്ത്? സങ്കലനം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആക്കിയെങ്കിൽ മാത്രമേ എന്താണ്? സങ്കലനം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് ഒരേ ഛേദമുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന് അംശങ്ങൾ തമ്മിൽ കൂട്ടി അംശമായും പൊതുഛേദമായും ഇതിനെ എന്താണ് എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വെച്ചാൽ എന്താണ്? നിക്കണം എങ്ങനെ ചെയ്യും? 2/4 പ്ലസ് 6/4 പ്ലസ് 3/4 ഇതിനെ എല്ലാം കൂട്ടണം. ഇതാണ് ഒരേ ഛേദം 4 ആണ്. ഇനി എന്താണ്? ഇനി ഇതെല്ലാം കൂടി കൂട്ടിയാൽ പോരെ? 2 6 8 11 3 11/4 ആണ്. ഇനി എന്താണ്? ഇത് ഏതിന് ഉദാഹരണമാണെന്ന് വെച്ചാൽ ഏതിന് ഉദാഹരണമാണ് പറയാലോ? ഇത് ഏത് ഭിന്നസംഖ്യക്ക് ഉദാഹരണമാണ് 11/4? ഏത് ഭിന്നസംഖ്യക്ക് ഉദാഹരണമാണ്? നിങ്ങൾ ഏത് ഉറക്കത്തിലും പറയാലോ. അങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ഏത് വിഷമമാണ്. ഓക്കെ, എന്താണ്? ഇത്ര ഓർത്താൽ മതി. എന്താ പുറയ്ക്കുന്നതാണ് ചെറുത്, അത് മുകളിലുള്ളത് വലുതായി, അതാണ് എന്ത്? വലിയ സംഖ്യയാണ്, അതാണ് വിഷമ ഭിന്നസംഖ്യ. ഇനി ക്വസ്റ്റ്യൻ ചെയ്യാലോ.
ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ പറഞ്ഞുതരാം. 3/16 പ്ലസ്, നിങ്ങൾ സ്ക്രീനല്ല, നിങ്ങൾ ഈ എന്താണ് നമ്മുടെ ചാറ്റ് നോക്കണം. ചാറ്റ് 3/16 പ്ലസ് 7/16 പ്ലസ് 5/16 എത്ര വരും? എത്രയാണ് വരുന്നത്? ഇത് ഏതിന് ഉദാഹരണമാണ്? ഇത് ഏത് ഭിന്നസംഖ്യക്ക് ഉദാഹരണമാണ്? ഇത് ഏത് ഭിന്നസംഖ്യക്ക് ഉദാഹരണമാണ്? ഏത് ഭിന്നസംഖ്യക്കാണ്? സാധാരണ, കറക്റ്റ് ആണ്. സാധാരണ ഭിന്നസംഖ്യക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോകാലോ. ഇനിയാണ് എന്ത്? വിഭകലനം എന്താണ്? വിഭകലനം എന്താണ്? ഓക്കെ, എന്താടാ? മൈനസ് ആണ്. അതായത് ഒരേ ഛേദമുള്ള ഭിന്നസംഖ്യകൾ തമ്മിൽ കുറയ്ക്കുന്നതിന് എന്താണ്? തമ്മിൽ കുറച്ച് അംശമായും പൊതുഛേദമായും എഴുതുന്നതിനാണ് എന്ത്? അതവിടെ ചർച്ചയായോ? ഓക്കെ. അപ്പോഴേ കിട്ടിയല്ലോ. എന്താണ്? ഒരേ ഛേദമുള്ള ഭിന്നസംഖ്യകൾ തമ്മിൽ കുറയ്ക്കുന്നതിന് അംശങ്ങൾ തമ്മിൽ കുറച്ച് അംശമായും പൊതുഛേദമായും എഴുതുന്നതാണ് എന്ത് വ്യവകലനം എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം ചെയ്യാലോ. ഉദാഹരണം ഇതാണ്. 7/9 മൈനസ് 4/9 എത്ര വരും? കട്ടായി പോയോ? ഇല്ല. എത്ര വരും? വേറെ മിസ്സോ? അതാരാണ് മിസ്സായി പോയത്? എത്ര വരും? 9/3 ആണ്. 9/3. ഇതിനെ എന്താക്കാം? 1/3 ആക്കാലോ. 9/3നെ 1/3 ആക്കാം. 5 ഇതെവിടുന്നാ 5 വന്നത്? ഇത് രണ്ടിന്റെയും ഭിന്നസംഖ്യകൾ, ഭിന്നസംഖ്യയല്ല, ഛേദനം എന്താണ്? ഈക്വൽ അല്ലേ? സോറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണ്? 3/9 കിട്ടും. 3/9 എന്ന് വെച്ചാൽ എന്താണ്? 1/3 അല്ലേ? 1/3 അല്ലേ? ഇത് ഏതിന് ഉദാഹരണമാണ്? ഏതിന് ഉദാഹരണമാണെന്ന് അറിയാലോ. ഏതിന് ഉദാഹരണമാണ്? 1/3 ഏതിന് ഉദാഹരണമാണ്? സാധാ സെറ്റാണ്. ഇനിയാണ് ടഫ് വരുന്നത്. എന്താണ് ടഫ് വരുന്നത്? വ്യത്യസ്തം, അതായത് ഡിഫറന്റ്. ഓക്കെ. ഇപ്പോൾ ഛേദങ്ങൾ തമ്മിൽ ഡിഫറന്റ്. ഓക്കെ. ഇങ്ങനെ വരുവാണെങ്കിൽ ഛേദങ്ങൾ തമ്മിൽ വ്യത്യാസം എന്താണ്? ഇതിന്റെ ഛേദമല്ല, ഇതിന്റെ ഛേദം തമ്മിൽ വ്യത്യാസമല്ലേ? അപ്പോൾ എങ്ങനെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ക്രോസ് എങ്ങനെയാണ്? ഇതിനെ നമ്മൾ എ എന്നിടാം, ഇതിനെ ബി, എളുപ്പത്തിനാണ് സി, ഡി. എങ്ങനെയാണ്? എ ഇൻറ്റു ഡി മൈനസ് സി ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എന്താണ്?
സി ഇൻറ്റു ഡി ആണ്. ഇങ്ങനെയാണ് ഇക്വേഷൻ. മനസ്സിലായോ? ഒരേ ഭിന്നസംഖ്യയല്ല. എന്താണ് രണ്ട് ഭിന്നസംഖ്യയും? ഭിന്നസംഖ്യ രണ്ടും എന്താണ്? ഭിന്നസംഖ്യ രണ്ടും ഡിഫറന്റ് ആണെങ്കിൽ, വ്യത്യാസമാണെങ്കിലുള്ള സംഖ്യ കിട്ടിയോ? എങ്ങനെയാ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഇതാരാ ഒന്ന് ലൈക്ക് അടിച്ച്? അപ്പോൾ കിട്ടിയല്ലോ. എങ്ങനെയാണ് കിട്ടിയോ? എന്താണ് 2/12? ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പറഞ്ഞില്ലേ? ഓക്കെ. 2/12 എങ്ങനെയാ? 2/12 ഇനി വീണ്ടും വെട്ടാലോ, വീണ്ടും ചെറുതാക്കാലോ. 2/12നെ വീണ്ടും ചെറുതാക്കാം. എത്ര കിട്ടും? 1/6 കിട്ടും. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവരുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ മുന്നോട്ട് പോട്ടെ. ഇന്ന് മാത്സിന് ഞാൻ ഇത്ര തരുന്നുള്ളൂ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ തരാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ. അപ്പോഴ് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? 2/7 മൈനസ് 1/5 എത്ര കിട്ടും? 2/7 മൈനസ് 1/5 എത്ര കിട്ടും? ദിവ്യ ചെയ്തു. കറക്റ്റ് ആണ്. എത്രയാണ്? 3/35 ആണ്. ഇതിനെ വെട്ടി ചെറുതാക്കാൻ നോക്കുകയില്ലല്ലോ. 36 ആയി നിങ്ങൾ ചെയ്തു തീർക്കായിരുന്നു. ഓക്കെ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ കളർ ഓടിപ്പോയല്ലോ. 5/9 മൈനസ് 5/12 എത്ര വരും? 5/9 മൈനസ് 5/12 എത്ര വരും? ഇതിനെ ഇങ്ങനെ ക്ലോസ് ചെയ്യുക. അടുത്ത് താഴെ ഇതിനെ ഇൻറ്റു ചെയ്യുക. എത്ര വരും? 5/36 കിട്ടിയവരുണ്ടോ? ഉണ്ട്. ദിവ്യ, അതിനെ വീണ്ടും നമുക്ക് വെട്ടി ചെയ്യാം. വീണ്ടും എന്തുകൊണ്ട്? 3 കൊണ്ട് വെട്ടാം. 15/108നെ എന്തുകൊണ്ട് വെട്ടാം? 3 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടും? 5/36 കിട്ടും. കിട്ടിയോ? എങ്ങനെയാണ്? 15 കിട്ടിയല്ലോ. 108 എത്ര? 5 എത്ര വട്ടം? 3 എത്ര വട്ടം? 5 വട്ടം പോകും. ഇവിടെ എത്രയാണ്? 3 ബാലൻസ് 1 വരും. 6 18 അല്ലേ 6 36. കിട്ടിയോ? ഇനി കൂട്ടുവാണെങ്കിൽ എന്താണ്? കൂട്ടുവാണെങ്കിൽ എന്താണ്? സൈൻ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. എങ്ങനെയാണ്? a ഇൻറ്റു ഡി പ്ലസ് ആണ്. പ്ലസ് ബി ഇൻറ്റു സി ഡിവൈഡഡ് ബൈ ഡി സി ഇൻറ്റു ഡി. ഓക്കെ. ഇതാണ് എന്ത്? ഭിന്നസംഖ്യ. നമ്മൾ നേരത്തെ ചെയ്തത് മൈനസ് അല്ലേ? ഇപ്പൊ പ്ലസ് ആണ്. പ്ലസ് ചെയ്യുവാണെങ്കിൽ ഇക്വേഷൻ ആണ്. ഓക്കെ. പ്ലസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ കിട്ടിയല്ലോ. നേരത്തെ ചെയ്തത് മൈനസ് ആണെങ്കിൽ അവിടെ പ്ലസ് ഇടും. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെ ക്വസ്റ്റ്യൻ പറയാലോ. 3/4 പ്ലസ് 2/5 പ്ലസ് ആണ്. 2/5 എത്ര കിട്ടും?
ഇതിനെ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. ഇതിനെ എന്ത് ചെയ്യണം വെച്ചാൽ എന്ത് ചെയ്യണം? ഇതിനെ മിശ്ര ഭിന്നസംഖ്യയാക്കണം. അപ്പോൾ എത്ര വരും? ഇതിനെ നമ്മൾ എന്താക്കണം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ എത്ര വരും? ആക്കണമെങ്കിൽ എത്ര വരും? എങ്ങനെ കിട്ടും? എങ്ങനെയാണ് കിട്ടുന്നേ? ഇതിനെ 23 അത് തന്നെ സുനിത, ഇത് കറക്റ്റ് ആണ്. സുനിതയ്ക്ക് ഇരിക്കട്ടെ ഒരു എന്താണ് 20/, എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത്? 23/20 എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത്? എന്താണ് 20 ഒരു വട്ടം പോകും, 1 ഇവിടെ എഴുതും. പിന്നെ ബാലൻസ് എത്രയുണ്ട്? 3 അല്ലേ? 23 ആവാൻ ബാലൻസ് 3 അല്ലേ? റിമൈൻഡർ 20 ആണ്. ഇങ്ങനെയാണ് എന്ത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ എന്താ മിശ്ര ഭിന്നസംഖ്യ ആക്കുന്നത് മനസ്സിലായല്ലോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ അങ്ങനെയാണെങ്കിലേ മനസ്സിലായല്ലോ? അടുത്തതാണേ. മനസ്സിലായോ? 16/5 ഇതിനെ എന്ത് ചെയ്യണം? ഷാദിയ മിസ് എന്ന പേര് ഞാൻ മൊത്തം ടൈപ്പ് ചെയ്തായിരുന്നല്ലോ. നീ ഇതെടുത്ത് നോക്ക്. നിക്കണം, ഒറ്റ മിനിറ്റ്. അയ്യോ, ഞാൻ എല്ലാരും ടൈപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ഞാൻ അവസാനമാണ്. ഒറ്റ മിനിറ്റ്. അയ്യോ, ഷാദിയ മിസ് എല്ലാവരെയും ഈ SH ആയോണ്ടേ കിട്ടാതെ പോയതാ. ഷാദിയ മിസ് എന്നാട്ടോ, ഷാദിയ മിസ് എന്ന പേര്. സോറി. അപ്പൊ തിരിച്ചു വരാലോ. എത്രയാണ്? 16/5 ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ എത്രയാണ്? ദിവ്യ ചെയ്ത കറക്റ്റ് ആണ്. ദിവ്യ ചെയ്തു. പിന്നെ ആരാ ചെയ്തത്? സുനിത ചെയ്തു. എത്രയാണ്? എങ്ങനെയാണ്? 16-ൽ 5 എത്ര വട്ടം പോകും? 3 വട്ടം പോകും. ബാലൻസ് എത്രയുണ്ട്? അപ്പോൾ 15 ആയി. ബാലൻസ് എത്രയാ? 16ലേക്ക് എത്ര? 1 വേണം. എത്ര കിട്ടും? ബാക്കി റിമൈൻഡർ ഡിനോമിനേറ്റർ 5 ആണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് എന്ത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത്. ഇല്ല, റെക്കോർഡ് കട്ടാവില്ല. പൊക്കോളൂ. ഓക്കെ. Carry on. 1/7 പ്ലസ് 2/3 എത്ര വരും? എന്നിങ്ങനെ എത്ര കിട്ടും? 1/7 പ്ലസ് 2/3 എത്ര കിട്ടും? ആ 17/21 ആണ്. കറക്റ്റ് ആണ്. 17/21 ആണ്. കിട്ടാത്തവരുണ്ടോ? എങ്ങനെയാണ് ചെയ്തത്? 3 ഇൻറ്റു 3 പ്ലസ് 14 ഡിവൈഡഡ് ബൈ എത്രയാണ്? 21.
എത്ര വരും? 17/21 വരും. കിട്ടിയല്ലോ. ഇനി എന്താണ്? ഇനി കുറച്ച് എക്സാമ്പിളുകൾ പറയാം. ആ 6/4 ഇതിനെ എന്താക്കാം? ഇതിനെ വെട്ടിച്ചെറുതാക്കാം. എത്രയാക്കാം? ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയാക്കണം. ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയാക്കണം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? 6/4 എന്താണ്? 3/2 ആണ്. ഇനി വെട്ടാൻ പറ്റുമോ? ഇല്ല. ഇനി ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? അതായത് 3/2 എന്ത് ചെയ്യാം? മിക്സഡ് ആക്കാൻ പറ്റും. എങ്ങനെയാണ് മിക്സഡ് ആക്കുന്നത് പറഞ്ഞു? അത് തന്നെ. 1/2 എന്ന് എഴുതാലോ. ക്വസ്റ്റ്യനിൽ എന്താണ്? ക്വസ്റ്റ്യനില് ഓപ്ഷൻ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ എന്താണ്? 1/1 അതായത് എന്താ? 3 ഓപ്ഷൻ. ഓക്കെ. ക്വസ്റ്റ്യനില് 1/2 1/2 പിന്നെന്താണ്? അതുപോലത്തെ എന്താണ്? ബാക്കിയെല്ലാം ഭിന്നസംഖ്യയാണെന്ന് വിചാരിച്ചോ. എന്നിട്ട് പറയുകയാണെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഇതിന്റെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മളെന്താ? ഇതിന്റെ ഓപ്ഷൻ എത്രയാണ്? 6/4 തന്നെ കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഇത് കൺസിഡർ ചെയ്യത്തില്ല. ഇതെന്താ ചോദിച്ചത്? ഭിന്നസംഖ്യ അല്ല. ഇതെന്താണ്? ഇത് ഭിന്നസംഖ്യ അല്ലല്ലോ. ഇതെന്താണ്? ഇത് മിശ്ര ഭിന്നസംഖ്യയല്ലേ? അപ്പോൾ എന്താണ്? ക്വസ്റ്റ്യൻ തെറ്റാണ്. ക്വസ്റ്റ്യൻ ഉത്തരം ഇത് തന്നെ ആയിരിക്കും. ഏറ്റവും ചെറുത് എഴുതാൻ പറഞ്ഞ. അപ്പോൾ എത്രയാണ്? ഏറ്റവും ചെറുത് എത്രയാണ്? 1/2 അല്ലെങ്കിൽ എന്താണ്? 3/2 ആണ്. മനസ്സിലായല്ലോ. ഈ 3/2 ഓപ്ഷൻ ഇല്ലെങ്കിലാണ് പറയുന്നത്. 3/2 ഓപ്ഷൻ ഇല്ലെങ്കിലാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ 81/17 ഇതിനെ മിശ്ര ഭിന്നസംഖ്യയാക്കണം. എത്ര കിട്ടും? 81/17. ഇതിനെ എന്താണ്? മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? എത്ര വരും? എത്ര കിട്ടും? സുനിതയ്ക്ക് ഉത്തരം തിരിഞ്ഞു പോയല്ലോ. സുനിത, ഇതാണ് കറക്റ്റ്. ഉത്തരം തിരിഞ്ഞു പോയിട്ടോ സുനിത. ഉത്തരം തിരിഞ്ഞു പോയേ. ഉത്തരം ചെയ്ത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ എന്താണ്? ഡിനോമിനേറ്റർ എന്ത് തന്നെയാണ്? 17 തന്നെയല്ലേ? ഇതിലൊരിക്കലും മാറ്റം വരികയില്ല. യെസ്, ഇതിലൊരിക്കലും മാറ്റം വരികയില്ല. ഇപ്പൊ കറക്റ്റായി. സ്പീഡ് ചെയ്തപ്പം പെട്ടെന്ന് വെപ്രാളത്തിൽ തെറ്റിച്ചാണത് അല്ലേ? അപ്പോൾ എന്താണ് ഇനി ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എങ്ങനെയാണ്? ക്വസ്റ്റ്യനില് ഭിന്നസംഖ്യകളെ എന്താണ്? വലുത് ചെറുത്, ഇതാണ് സ്ഥിരം ഇപ്പൊ ചോദിക്കുന്നത്.
വലിയ ഭിന്നസംഖ്യകളും ചെറിയ ഭിന്നസംഖ്യകളും കാണാൻ. അപ്പോഴേ എന്താണ് ചെറിയ ഭിന്നസംഖ്യകൾ കാണുക? ചെറിയ ഭിന്നസംഖ്യകൾ കാണുന്നത് എങ്ങനെയാണ്? അതായത് ക്വസ്റ്റ്യൻ തരുവാണ്. അതാ 3/2, 1/2, 5/2. ഇതില് ചെറിയ ഭിന്നസംഖ്യ, ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാണ്? ഇതിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ആ 1/2 ആണ്. എങ്ങനെ കിട്ടി 1/2? എങ്ങനെ കിട്ടി 1/2? എങ്ങനെ കിട്ടി? ഈ 1/2 എങ്ങനെ കിട്ടി വെച്ചാൽ എങ്ങനെയാണ്? ഇത് സ്ഥിരം PSC ചോദ്യമാണ്. എങ്ങനെയാണ്? അടുത്തടുത്തിരിക്കുന്ന സംഖ്യകളെ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് താഴെ ഇരിക്കുന്ന അതിനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ എത്രയാണ് ഇവിടെ? 2 വരും. ഇവിടെ എത്രയാണ്? ഇവിടെ 6 വരും. അപ്പോൾ ഇതിലേറ്റവും ചെറുത് ഏതാണ്? എന്നിട്ട് നോക്കുക, ഇതിലേറ്റവും ചെറുത് ഏതാന്ന് നോക്കുക. ചെറുത് ഏതാണ്? 2/3. 2/2 അല്ലേ? അതായത് 1/2 അല്ലേ? 1/2 അല്ലേ ചെറുത്? ഇനി എന്താണ്? ഇനി ഓപ്ഷനിൽ അടുത്തത് നോക്കുക. ഇത് നോക്കുക. ഇത് നോക്കുമ്പോഴും എന്താണ്? ഇത് നോക്കുമ്പോഴെന്താണ്? ചെറുത് എന്ത് തന്നെയാണ്? 1/2 ആണ്. അങ്ങനെയാണ് ചെറിയ ഭിന്നസംഖ്യയെ കണ്ടുപിടിക്കാൻ എളുപ്പം. ഓക്കെ. ഇപ്പം മനസ്സിലായോ? ഇങ്ങനെയാണ് ചെറിയ ഭിന്നസംഖ്യയെ കണ്ടുപിടിക്കേണ്ടത്. ഇനി എനിക്കറിയാം, എന്നാലും ഞാൻ പറയുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണ്? ഞാനൊക്കെ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഇതിനെ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അതായത് 3/2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.5 കിട്ടത്തില്ലേ? 1/2നെ ചെയ്യുമ്പോൾ എത്രയാണ്? ഈസിക്കൽ 0.5 ആണ്. അപ്പോൾ എന്താണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ കിട്ടിയത്? ഞാൻ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. എത്രയാണ്? 1/2 എത്രയാണ്? 0.5 ആണെന്ന് നമുക്ക് നേരത്തെ അറിയാം. അല്ലെങ്കിൽ ഇനി വലിയ സംഖ്യ വരുവാണെങ്കിൽ എന്താണ്? അപ്പോഴാണ് പാട്. മനസ്സിലായല്ലോ? ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ തൊട്ടേ. ക്വസ്റ്റ്യൻ ഇതാണേ. 2/3, 5/7, 4/9. ഇവയിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏത്? വലിയ ഭിന്നസംഖ്യ ഏത്? രണ്ടും കണ്ടുപിടിക്കണം. ചെറിയ ഭിന്നസംഖ്യയും വലിയ ഭിന്നസംഖ്യ. എന്താണ്? ചെറുതിന്റെ ഓപ്പോസിറ്റ് ആണ് വലുത്. അപ്പൊ അറിയാലോ, ചെറുതിന്റെ ഓപ്പോസിറ്റ് അല്ലേ വലുത്? അതായത് അപ്പോൾ കണ്ടുപിടിക്കൂ. ഇതിലെ ചെറുതും വലുതും കണ്ടുപിടിക്കണം. ചെറുത് ഏതാണ്? ചെറുത് 2/3 ആണ്. വലുത് ഏതാണ്? വലുത് ഏതാന്ന് വെച്ചാൽ ഏതാണ്? ഉറപ്പിക്കാവോ ഏതെങ്കിലും? വലുത് ഏതാണ്? വലുത്
ഇതെന്താണ് നീണ്ട നീണ്ട സംഖ്യ പോവാണല്ലോ. കുറച്ച് ഓപ്ഷൻ പോലും ഇല്ലാത്തത് പറയുവാണല്ലോ. 5/7 ആണ്. 5/7 ആണ് വലുത്. ചെറുത് കറക്റ്റ് ആക്കി, വലുത് കറക്റ്റ് ആകാത്ത എന്താണ്? നോക്കുക എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറഞ്ഞു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറയുമ്പോൾ എന്താണ്? വലുത് കണ്ടുപിടിക്കാൻ. ചെറുത് നമുക്ക് കിട്ടി. ചെറുത് 2/3 അവിടെ ഇരിക്കട്ടെ. വലുത് കണ്ടുപിടിക്കുമ്പോ എത്രയാണ്? ഇവിടത്തെ എത്രയാണ്? 14/14 15 ആണ്. അടുത്തത് എത്രയാണ്? അടുത്ത എത്രയാണ്? 28 അവിടെയും 45 അപ്പോൾ കിട്ടിയല്ലോ. ഇതല്ലേ വലുത്? ഇതാണ് വലുത്. 5/7 ആണ്. ഓക്കെ, കുറച്ച് ഉദാഹരണം ചെയ്യാവോ? എക്സാമ്പിൾ പറഞ്ഞുതരാം. സ്ക്രീൻ നോക്കിക്കോ. സ്ക്രീൻ ചെയ്യാം. രണ്ട് ബൈ 3, 4/5, 7/9, 5/8. ഇവയിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏത്? ഏതാണ്? ഏതാണ് ചെറുത്? ചെറുതാണോ ചോദിച്ചത്? വലുത് ഏതാണ്? എന്താണ് ടൈപ്പ് ചെയ്യുന്നത്? കുറച്ച് പേര് പറയുന്നു 5/8 ആണ് ചെറുത്. എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെയാണ്? കണ്ടുപിടിക്കാവേ. ആദ്യം എന്താണ്? ഇത് ഇൻഡ് ചെയ്യണം. എത്ര കിട്ടും? ഇവിടെ 10ഉം ഇവിടെ എത്രയാണ്? 12 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതെടുത്താൽ മതി. ഇതിനെ കളയുക. എന്താണ്? ഇത് നമുക്ക് കിട്ടി. 10ഉം 12ഉം കിട്ടി. ഇതിനെ എങ്ങ് കളയുക. ഇത് വേണ്ട. ഈ കിട്ടിയതിനെ ഇതിനെയും കൊണ്ട് ഇൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്രയാണ്? അതായത് എത്രയാണ്? 18ഉം 21ഉം. അപ്പോഴും എന്താണ്? 2/3 തന്നെയാണ്. ഇനി എന്താണ്? ഇനി അടുത്തത് എന്താണ്? അടുത്തത്, അപ്പോൾ ഇതും കളഞ്ഞു. ഇനി എന്താണ്? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി എന്താണ്? ഇനി എന്താണ്? ഇവിടെ സംഗതി മാറി. എന്താണ്? 16 ഇവിടെയും. ഇവിടെ എന്താണ്? ഇവിടെ 15 ആണ്. അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ. ഉത്തരം ഏതാണ്? ഏറ്റവും ചെറുത് ഏതാണെന്ന് മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഉത്തരം ഏതാണ്? ഉത്തരം 5/8 ആണ്. ദിവ്യ പറഞ്ഞു. നമ്മുടെ കാർത്ത് പറഞ്ഞു. ഏതാണ് ചെറുത്? ചെറുത് ഏതാണ്? 5/8 ആണ് ചെറുത്. കിട്ടിയത് മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടോ? മനസ്സിലായെന്ന്. ആന്ന് വെച്ചാൽ എന്താണ്? മനസ്സിലായെന്നാണോ ഇല്ലെന്നാണോ? മനസ്സിലായില്ല. ഓക്കെ, ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി എഴുതട്ടെ. അല്ല, 2/, കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. 2/3. അടുത്തത് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻ എന്തായിരുന്നു? അടുത്തത് എന്തായിരുന്നു? 4/,
5 7/9. അടുത്തത് എന്താണ്? 5/8. ആ, ഇതിലെന്താണ്? ഇതിൽ ആദ്യം എന്താണ്? ആദ്യം തൊട്ടടുത്തിരിക്കുന്ന നമ്പർ. ഓക്കെ, തൊട്ടടുത്തിരിക്കുന്ന സംഖ്യ. തൊട്ടടുത്തിരിക്കുന്ന സംഖ്യ ഇൻഡ് ചെയ്യുക. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എത്രയാണ്? ഇതും ചെയ്യുമ്പോൾ എത്രയാണ്? ഇവിടെ എത്രയാണ്? ഇവിടെ ആദ്യം 10ഉം 12ഉമാണ്. അപ്പോൾ വലിയ സംഖ്യ ഏതാണ്? ചെറിയ സംഖ്യ ഏതാണ്? ചെറിയ സംഖ്യ ഈ 10 അല്ലേ? അപ്പോൾ എന്താണ്? അതായത് 2/3 അല്ലേ? ഇനി എന്താണ്? ഇനി ഇതങ്ങ് വെട്ടുക. ഇത് വേണ്ട, ഇതിനി വേണ്ട, ഇതല്ല. അപ്പോൾ ഇനി ഇതും കൂടി നോക്കുക. ഇതും എന്താണ്? ഓക്കെ. ഇനി എന്താണ്? ഇനി അടുത്ത സംഖ്യ ഏതാണ്? 7 അല്ലേ? 7/9 ആണ്. ഇതിനെ എന്ത് ചെയ്യുക? ഇതിനെയും ക്രോസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 18ഉം 21ഉം കിട്ടി. 18ഉം 21ഉം കിട്ടി. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ചെറുത് ഏത് തന്നെയാണ്? ഏതാണ്? 2/3 ആണ് ചെറുത്. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ ഇതിനെയും വെട്ടിക്കളയുന്നു. ഇനി അവശേഷിക്കുന്നത് ഏതാണ്? 2/3ഉം 5/8ഉം അല്ലേ? ഇനി എന്താണ്? ഇനി ഇതിനെ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ 16 അല്ലേ? ഇവിടെ എത്രയാണ്? 15 ആണ്. അപ്പോൾ എന്താണ്? അപ്പോൾ ചെറുത് ഏതാണ്? ഈ തന്നിരിക്കുന്ന സംഖ്യയിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് മനസ്സിലായോ? 5/8 ആണ്. അല്ലെങ്കിൽ ചെയ്തു നോക്കാം. ഇനിയും സംശയം തീർന്നെങ്കിൽ ചെയ്തു നോക്കാം. എത്രയാണ്? 2/3 എത്രയാണ്? 0.6. വരും. 0.666 അങ്ങനെ. മറ്റേത് എത്രയാണ്? 0.8 ആണ്. ഓക്കെ ആയോ? ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞു. അപ്പോൾ ഇനി എന്താണ്? ഇതിൽ വലിയ സംഖ്യ ഏതാണ്? ഈ സെയിം ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുതരാം. ഇതിലെ വലിയ ഭിന്നസംഖ്യ എടുക്കണേ. വലിയ ഭിന്നസംഖ്യ ഏതാണ്? അതായത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 2/3. അതെത്രയാണ്? 2/3. നമ്മൾ ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ്. എന്ത്? 2/3 4/5 കൊണ്ട് എന്ത് ചെയ്യുക? അപ്പോൾ ഇവിടെ ഏറ്റവും വലുത് ഏതാണ്? 4/5 ആണ്. ഈ 4/5 എന്തുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന 7/8 7/9 കൊണ്ട് ചെയ്യുമ്പോൾ എന്താണ്? 36 45 36ഉം 35ഉം വരും. അപ്പോൾ എത്രയാണ്? 36 അല്ലേ വലുത്? എന്താണ് ഇനി? ഈ 4/5 എന്തുകൊണ്ട് ചെയ്യണം? അടുത്ത ഭിന്നസംഖ്യ 5/8 ആണ്. അപ്പോൾ എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ 32ഉം 25ഉം വരും. അപ്പോൾ ഏതാണ് വലുത്? 4/5. കിട്ടിയോ? ഓക്കെയാണ്. ഇങ്ങനെയാണ് എന്ത്? വലുതും ചെറുതും കണ്ടുപിടിക്കുന്നത്. ചെറുതാകുമ്പോൾ എന്താണ്? ചെറിയ സംഖ്യയുടെ ഏതൊക്കെയാണെന്ന് എടുക്കുക. വലുതാകുമ്പോൾ വലിയ സംഖ്യ ഏതൊക്കെയാണെന്ന് എടുക്കുക. എടുത്തതിനെ എന്താണ്? നമ്മൾ ഓരോ സംഖ്യയും ഒരു സംഖ്യ ചെയ്ത് നോക്കി പോയാൽ മതി. ഓരോ സംഖ്യ എടുത്തും ചെയ്യേണ്ട. ഒരു സംഖ്യയിൽ നിന്ന് അടുത്ത സംഖ്യയുടെ ചാടി എന്താണ്? രണ്ടാം ചാടുന്ന പോലെ ചാടി പോവുക. അടുത്ത ക്വസ്റ്റ്യൻ പറയാലോ. ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാവേ. 3/7. ഈ സ്ക്രീനിൽ നോക്കണ്ട, നിങ്ങൾ എന്താണ് ചാറ്റ് നോക്കിയാൽ മതി.
ടൈപ്പ് ചെയ്യാൻ ഒരു സമയമുണ്ടേ, ഈ ഫ്രാക്ഷൻ കിടക്കുന്നുണ്ടേ, അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആവുന്നു. ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏത്? ക്വസ്റ്റ്യൻ ഇതാണേ. 3/7, 3/7, 7/11, 4/8, 8/12, 5/9, 16/20. ഇതിൽ ഏറ്റവും ചെറുത് എങ്ങനെ കണ്ടുപിടിക്കും? സമയം വേണോ? ഉത്തരം തെറ്റാണ്. 8/12 അല്ല. ഇനി വേറെ ആർക്കെങ്കിലും കിട്ടിയോ? 3/2 7 ആണോ? വേറെ ആർക്കെങ്കിലും കിട്ടിയോ? നിക്കാം. ഓക്കെ, നിക്കാം. എന്താണ് ജംഷിയ മിസ്? ടൈം എത്ര മണി വരാന്നോ? സമയം തരാം. സെറ്റ്. ഒരു 5 മിനിറ്റ്. കറക്റ്റ് 8:20. 8:20. ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ചോദിച്ചുള്ളൂ. സമയം തരാം. സമയം 8:20 വരെ ഉണ്ട്. 8:20 വരെ. 5 മിനിറ്റ് സമയം തന്നേക്കാം. 5 മിനിറ്റ്. ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇനി വെറും 4 മിനിറ്റേ ഉള്ളൂ. കിട്ടിയല്ലോ. 3/7 നമ്മുടെ സുനിതയാണ് ആദ്യം ചെയ്തത്. ഗോപികയാണ് ആദ്യം ചെയ്തത്. ശരിയാണോ? എങ്ങനെ കിട്ടി? 3/7 എങ്ങനെ കിട്ടി? ഇതെന്താണ്? ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണ്? ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. ഇത് എന്ത് ഭിന്നസംഖ്യയാണ്? ആ ഭിന്നസംഖ്യ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. എന്ത് ഭിന്നസംഖ്യ ഇത്? ഇത് സാധാരണ ഭിന്നസംഖ്യയാണ്. അപ്പോൾ ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാലോ. എങ്ങനെ അറേഞ്ച് ചെയ്യാം? ആദ്യത്തെ എന്താണ്? 3/7. അടുത്തത് എന്താണ്? 4/8. അടുത്തത് 5/9 അല്ലേ? അടുത്തത് എന്താണ്? 7/11, 8/12, 16/20. എന്ത് തന്നെ ആയിരിക്കും. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറുത് 3/7 ആയിരിക്കും. ഓക്കെ. അതിന് എന്താണ്? അംശം ചെറുത് നോക്കിയാൽ മതി.
ഇതിലെന്താണ്? അത് തന്നെ ഐശ്വര്യ. അംശം ചെറുത് നോക്കിയാ മതി. അംശം ചെറുത് നോക്കിയാ മതി. അതായത് എന്താ, സാധാരണ ഇങ്ങനെ എന്താണ് ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത ആയതുകൊണ്ടാണ് എന്താ അംശം ചെറുത് നോക്കിയാ മതി എന്ന് പറയുന്നത്. സാധാരണ ഭിന്നസംഖ്യ ആയതുകൊണ്ടാണ്. അതെ. ആ എഴുതിയല്ലോ. അടുത്ത പറയാലോ. അടുത്ത ക്വസ്റ്റ്യൻ തൊട്ടേ. ട്വൽവ് ബൈ 13, 7 by 11, ഒറ്റ മിനിറ്റ്. ഇവയിൽ ഏറ്റവും ചെറിയ ഭിന്നം ഏത്? ഏതാണ്? 12 by 13, 7 by 11, 14 by 9, 6 by 10. ഇവയിൽ ഏറ്റവും ചെറിയ ഭിന്നം സംഖ്യ ഏതാണ്? നിങ്ങൾക്ക് എട്ടരയ്ക്ക് അടുത്ത ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ എന്റെ പോർഷൻ കഴിയും. ഞാൻ ഞാൻ ഞാനിത് ചാറ്റ് കട്ട് ചെയ്യുന്നില്ല, കണ്ടിന്യൂ പോകും. അടുത്ത ക്ലാസ് ആരുടേതാണ്? 8:30ക്ക് കേട്ട മറ്റേ ടൈം ടേബിൾ നോക്കി കേട്ടാ നിങ്ങൾ ചെയ്യേ. അടുത്തത് കാർത്തു മിസ്സിന്റെ കെമിസ്ട്രി ക്ലാസ് ആണ് 8:30ക്ക്. അപ്പോൾ എല്ലാവരും വരണം. അതെ, 6/10 ആണ്. 6/10 ആണ്. കിട്ടിയല്ലോ. ചെയ്യണ്ടല്ലോ? ചെയ്യണോ? 6/10 ആണ് ചെറുത്. വേണ്ട. ഓക്കെ. അപ്പോൾ എന്താണ്? അപ്പോൾ ഇനി എന്താണ്? കുറച്ച് കാര്യങ്ങളും കൂടി ഉള്ളൂ. ഇതാണ് ടൈപ്പ് 1. ഭിന്നസംഖ്യ ചെറുത് വലുത് എന്നതിന്റെ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്തത്. ടൈപ്പ് 1 ആണ്. ഇനി ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്. ഈ രണ്ടും അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടോ? റെക്കോർഡ് ഓഫ് ചെയ്തോട്ടെ. ഓക്കെ, കറക്റ്റ്. 8:30ക്ക് തന്നെ കാർത്തു മിസ് നിങ്ങൾക്ക് വേണ്ടി കെമിസ്ട്രി ക്ലാസ് എടുക്കുന്നത്. ഏതാണ് കെമിസ്ട്രി? അതാ വരുന്നു. റെക്കോർഡ് ഉണ്ടാവും. പിന്നെ എല്ലാവരും LDC കൊടുത്തോ? ഫെബി LDC കൊടുത്തോടാ.
ശ്രീലക്ഷ്മിയോ LD കൊടുത്തോ? സംസ്ഥാന കൊള്ളാലോ, വെറൈറ്റി പേരാണല്ലോ. ഞാൻ വായിക്കാൻ കുറച്ച് പാടുപെട്ടു. സംസ്ഥാന കൊള്ളാം. അപ്പോ കൊടുത്തോളാ. ഗോപിക കൊടുത്തോ? ദിവ്യ കൊടുത്തോളാം. LD ദിവ്യ കൊടുത്തോ? കട്ടാക്കിയില്ല. കൊടുത്ത പാലക്കാട് തന്നെയാണോ കൊടുത്തത് നിങ്ങള്? ഗോപിക എവിടെയാ വീട്? ശ്രീലക്ഷ്മി